കാശിരാജാവിന് അംബ, അംബിക, അംബാലിക എന്നിങ്ങനെ സുന്ദരികളായ 3 പുത്രിമാരുണ്ടായിരുന്നു. അവർക്കായി ഒരു സ്വയംവരം ഒരുക്കിയിരുന്നു. എന്നാൽ കുരുക്കളെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപമാനമായിരുന്നു, ഒരവസരവുമായിരുന്നു. ഭീഷ്മർ സ്വയംവരത്തിന് ക്ഷണിക്കപ്പെടാതെ എത്തി. വർണ്ണമാല്യമണിയിക്കാനല്ല, മറിച്ച് ഹസ്തിനപുരിക്കുവേണ്ടി രാജകുമാരിമാരെ അവകാശപ്പെടാൻ. ക്ഷത്രിയ പാരമ്പര്യത്തിൽ ഒരു ശക്തനായ യോദ്ധാവിന് മറ്റുള്ളവരുമായി യുദ്ധം ചെയ്ത് സ്വയംവരത്തിൽ നിന്ന് വധുവിനെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടായിരുന്നു. ഭീഷ്മരെ കണ്ടപ്പോൾ കാശിരാജാവ് ആശ്ചര്യപ്പെട്ടു. ക്ഷണിക്കപ്പെടാതെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് പതിവായിരുന്നില്ല. താമസിയാതെ 3 രാജകുമാരിമാർ, അതായത് അംബ, അംബിക, അംബാലിക എന്നിവർ സദസ്സിലേക്ക് പ്രവേശിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് മാറി. പെട്ടെന്ന് ഭീഷ്മർ രാജകുമാരിമാരുടെ മുന്നിലെത്തി. അദ്ദേഹം അവരെ നോക്കി പറഞ്ഞു, ഞാൻ കുരുവംശത്തിലെ ഭീഷ്മനാണ്. വിചിത്രവീര്യ രാജാവിനു വേണ്ടി ഞാൻ ഈ 3 രാജകുമാരിമാരെയും അവകാശപ്പെടുന്നു. സമാധാനപരമായി എന്റെ കൂടെ ഹസ്തിനപുരിയിലേക്ക് വരൂ. അദ്ദേഹം 3 രാജകുമാരിമാരുടെയും കൈകളിൽ പിടിച്ച് തന്റെ രഥത്തിലേക്ക് കൊണ്ടുപോയി. കാശിരാജാവും അദ്ദേഹത്തിന്റെ കാവൽക്കാരും പിന്തുടർന്നു. അമ്പുകൾ പറന്നു, രഥങ്ങൾ ഇടിമുഴങ്ങി. പക്ഷെ ആർക്കും ഭീഷ്മരുടെ ശക്തിയോട് കിടപിടിക്കാൻ കഴിഞ്ഞില്ല. സാൽവരാജകുമാരൻ മാത്രം ഭീഷ്മരെ പിന്തുടർന്നു. രാജകുമാരിമാരെ തിരികെ പിടിക്കാൻ അവൻ ദൃഢനിശ്ചയിച്ചിരുന്നു. പക്ഷേ ഭീഷ്മർ അവന്റെ വില്ല് തകർത്തു, രഥം നശിപ്പിച്ചു, കുതിരകളെ കൊന്നു, അവനെ അപമാനിതനാക്കി ഉപേക്ഷിച്ചു. ഭീഷ്മർ 3 രാജകുമാരിമാരെയും ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവന്നു.